മുട്ടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കേട്ടോളൂ, ഉപകാരപ്പെടും. ഇപ്പൊ മുട്ടുവേദന കൊണ്ട് നിങ്ങൾ കുറെ കാലമായിട്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ടുണ്ടാകും. അപ്പൊ ഡോക്ടർ എന്തായിരിക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക? ഒന്നുകിൽ സർജറി സജസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് തന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും കാൽഷ്യം സപ്ലിമെന്റ്സ്, അവിടുത്തെ തേക്കാനുള്ള ലേപനങ്ങൾ, ഇങ്ങനെ ഒരു പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് മുട്ടുവേദന മാറാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള സർജറി ആണല്ലോ. സർജറി നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്, അല്ലാന്ന് പറയുന്നില്ല. കുറച്ച് മുമ്പൊക്കെ അതിന്റെ ആ ഒരു സർജറി ചെയ്ത ആളുകളുടെ സക്സസ് റേറ്റ് കുറച്ച് കുറവായിരുന്നു. പക്ഷെ ഇന്ന് ഒരുപാട് നല്ല നല്ല ഹോസ്പിറ്റലുകളിൽ നല്ല രീതിയിൽ സർജറി ചെയ്തിട്ട് ആളുകൾ യാതൊരു പ്രശ്നമില്ലാതെ പണ്ടത്തെ പോലെ തന്നെ അവരുടെ മൂവ്മെന്റ് ഒക്കെ ശരിയായിട്ട് നല്ല രീതിയിൽ തന്നെ നടക്കുന്നൊക്കെയുണ്ട്. അപ്പം ഒരു ആയുർവേദ ഫിസിഷ്യൻ എന്നുള്ള ലെവലിൽ ഞാൻ പറയട്ടെ, സർജറിക്ക് മുമ്പേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആയുർവേദ ട്രീറ്റ്മെന്റ്, മുട്ടുവേദനയുടെ ആയുർവേദ ട്രീറ്റ്മെന്റ് എന്നുള്ളത്. നമുക്ക് ആയുർവേദത്തില് ഒരുപാട് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മെഡിസിൻസും തെറാപ്പികളും ഉണ്ട്. അത് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് ആയാലും ലേപനങ്ങളായാലും ഇന്റേണലി കഴിക്കുന്ന മരുന്നുകളായാലും എല്ലാം ഒരുപാട് നല്ല നല്ല ട്രീറ്റ്മെന്റുകൾ നമുക്കുണ്ട്. അപ്പൊ നമ്മളുടെ ഒരു ആയുർവേദ പ്രകാരം ഈ ഒരു ധാതു ക്ഷയമാണ് സംഭവിക്കുന്നത്. അതായത് അവിടുത്തെ സൈനോവിൽ ഫ്ലൂയിഡ് പ്രായാധിക്യമാകുന്ന സമയത്ത് അവിടുത്തെ സൈനോവിൽ ഫ്ലൂയിഡ് പറ്റിപ്പോവുകയാണ് ചെയ്യുന്നത്. ആയുർവേദത്തിൽ ഇത് നമ്മൾ പറയുന്നത് വാദം വർദ്ധിച്ചിട്ട് അവിടുത്തെ ധാതു ക്ഷയിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ആ ക്ഷയിച്ചിരിക്കുന്ന ധാതുവിനെ നമ്മൾ എന്തായിരിക്കണം, നമ്മൾ വീണ്ടും നറിഷ് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം അതിൽ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള ജാനുവസ്തി, അതായത് മുട്ടിനെ നമ്മൾ ജാനു എന്നാണ് പറയുന്നത്. കേട്ടിട്ടില്ലേ? ആചാന ബാഹു എന്നൊക്കെ നല്ല നീളമുള്ള ആളുകൾ, അതായത് ആ മുട്ട് കാലിന് നല്ല വലിപ്പമുള്ള ആളുകൾ, അവരാണ് ആചാന ബാഹുക്കൾ എന്ന് പറയുന്നത്. അത് ജാനു എന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ ജാനുവസ്തി വഴി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒഴിച്ചു വെക്കുന്ന പർട്ടിക്കുലർ ഓയിൽ അവിടുത്തെ ടിഷ്യൂ വഴി പെനിട്രേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആ അസ്ഥീനെയും അവിടുത്തെ സന്ധിനെയൊക്കെ നല്ല രീതിയിൽ നറിഷ് ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ കാർട്ടിലേജും മസിൽസും ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആകും. അതുപോലെ അവിടുത്തെ ഒരു ലൂബ്രിക്കേഷൻ എഫക്ട് നമ്മുടെ അവിടുത്തെ ഫ്രിക്ഷൻ ഒക്കെ കുറയ്ക്കും. അതുപോലെ നമ്മളുടെ ആ ഒരു ഇൻഫ്ലമേഷൻ എല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അങ്ങനെ നമുക്ക് ജാനുവസ്തി ചെയ്താൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു മുട്ടുവേദനയ്ക്ക് മാറ്റം ഉണ്ടാകും. പ്ലസ് അതിന്റെ കൂടെ ഇന്റേണലി വാദം കുറയ്ക്കാനുള്ള ഇന്റേണൽ മെഡിസിൻസും മറ്റുള്ള ലേപനങ്ങളും തെറാപ്പികളും, അത് ഓരോ ഇതിനനുസരിച്ച് വേദനയുടെ അല്ലെങ്കിൽ തേയ്മാനത്തിന്റെ അവസ്ഥക്കനുസരിച്ചിരിക്കും. 7, 14, 21 ദിവസങ്ങളിലായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ മുട്ടുവേദനയ്ക്ക് മാറ്റം ഉണ്ടാകും. താങ്ക്